സംഭവം എന്താണെന്ന് പിടികിട്ടിയോ? ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴേ കാണുന്നൊരു വീഡിയോ ആണിത്. ചെറുപ്പക്കാരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷ് ഹണ്ട് ഗെയിം. പണം ഒളിപ്പിച്ചു വയ്ക്കും, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതൊരു റീലായിട്ടിടും. സ്ഥലം മനസ്സിലാക്കി പണം കണ്ടെത്താനുള്ള ഒരു വഴിയാണിത്. ഈ ട്രഷർ ഹണ്ട് ഗെയിം നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു പേരാണല്ലോ. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ വളരെ പ്രചാരത്തിലുള്ള ട്രഷർ ഹണ്ട് ഗെയിമിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ചുരുക്കം ആളുകളെ കാണുകയുള്ളൂ. എവിടെയെങ്കിലും നിധികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ടത് കണ്ടെത്തുവാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സൂചനകൾ കൊടുക്കും. അത് കണ്ടെത്തുന്നവർക്ക് ആ നിധി സ്വന്തമാക്കാം, ഇല്ലെങ്കിൽ അതിന് തുല്യമായ സമ്മാനം നേടിയെടുക്കാം. അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ TV ചാനലുകളിൽ ഒരു കാലത്ത് ഏറെ ജനപ്രീതി നേടിയ ഒരു ഗെയിം ഷോ ആയിരുന്നു ഈ ട്രഷർ ഹണ്ട്. ഇതിൻ്റെ ന്യൂജൻ സോഷ്യൽ മീഡിയ തട്ടിപ്പ് രൂപം ഇപ്പോൾ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ട്രഷർ ഹണ്ട് ഗെയിമുകൾ ഒരുക്കാറുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്യാഷ് ഹണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ക്യാഷ് ഹണ്ടിൻ്റെ വൈറൽ റീൽസുകൾ ഇറങ്ങുന്നത്. ക്യാഷ് ഹണ്ട് എന്ന പേരിൽ കഴിഞ്ഞ 2 ആഴ്ചയായി കൊച്ചിയിൽ നടക്കുന്ന ഒരു കലാപരിപാടിയാണിത്. സംഭവം ഹിറ്റായി തുടങ്ങിയതോടെ പല ജില്ലകളിലേക്ക് ഈ ക്യാഷ് ഹണ്ട് വ്യാപിച്ചിരിക്കുകയാണ്. ക്യാഷ് ഹണ്ട് കൊച്ചി എന്ന പേരിൽ 66,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. 10ഓളം അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ കാണാനുള്ളത്. എല്ലാ അക്കൗണ്ടിലും ഏകദേശം കണ്ണിൻ്റെ ചിഹ്നമുള്ള ഐക്കൺ ഉൾപ്പെടെ ഒരേ മാതൃകയാണ്. ഒരു വ്യക്തിയാണോ അതോ ഒരു സംഘമാണോ ഇതിൻ്റെ പിന്നിലെന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 100 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഈ ക്യാഷ് ഹണ്ടിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. റോഡ് സൈഡിലെ കല്ലിനടിയിലും പാലത്തിൻ്റെ ഇടയിലും ചെടിച്ചട്ടിക്കുള്ളിലുമെല്ലാം പൈസ ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ സൂചനയും കൊടുക്കും. പണം കണ്ടെത്തി അതെത്രയാണോ കിട്ടുന്നത് ആ പണം അവരുടെ സ്വന്തമാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് അതിനേക്കാൾ കൂടുതലാകുമെന്ന് മാത്രം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വൈറലാണിത്. അനേകം പേരാണ് റീൽസ് കണ്ട് പണം കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ ഇത്തരം ചില തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു. ആ തട്ടിപ്പിൻ്റെ സോഷ്യൽ മീഡിയ രൂപമാണ് ക്യാഷ് ഹണ്ട് എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്നത്. തട്ടിപ്പാണെന്ന് അറിയാമെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. സംഘാടകർ അവിടെയും ഇവിടെയും ഒളിപ്പിച്ചു വയ്ക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്നതിൻ്റെ ചെറിയൊരു തുക മാത്രം. ഈ ക്യാഷ് ഹണ്ടിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടുന്നത് വഴി തന്നെ നല്ലൊരു വരുമാനം ഇവർ സ്വന്തമാക്കുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി യുവതലമുറയെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ ക്യാഷ് ഹണ്ട് മാറിയിരിക്കുകയാണ്. ഇതുവരെ ക്യാഷ് ഹണ്ടുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പരാതികളും പോലീസിൻ്റെ പക്കൽ എത്തിയിട്ടില്ല. പണം വെച്ചുള്ള ഇത്തരം കളികൾ പിന്നീട് തലവേദനയായ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും സൈബർ പോലീസ് ഈ ക്യാഷ് ഹണ്ടിൻ്റെ പിന്നാലെ അന്വേഷണത്തിനായി ഇറങ്ങിയിട്ടുണ്ട്.